നൃപൻ, ഈ കറണ്ട് കട്ട് നമ്മളെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നുണ്ടല്ലോ. പല തവണയാണല്ലോ ഇപ്പോൾ ദിവസം കറണ്ട് പോകുന്നത്. വൈദ്യുതി നിയന്ത്രണം പറയുന്ന ഈ രാത്രി 7 മണിക്ക് ശേഷം 1, 2, 3 തവണ കറണ്ട് പോകുന്നു. പകലും പലതവണ അനൗദ്യോഗിക വൈദ്യുതി നിയന്ത്രണമായി കറണ്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇരുണ്ട കാലത്തിലേക്ക് മടങ്ങിപ്പോകുകയാണോ നൃപൻ നമ്മൾ? 10 വർഷക്കാലം പവർ കട്ടില്ലാതെ കേരളം ഭരിച്ചൊരു സർക്കാർ ഉണ്ടായിരുന്നു ഇവിടെ. ഇത് അധികാരത്തിൽ വന്ന് 2 മാസത്തിനുള്ളിൽ ഇത് എത്രാമത്തെ തവണയാണ് ഇപ്പോൾ സംസ്ഥാനത്ത് ലോഡ് ഷെഡിംഗ് ഏർപ്പെടുത്തിയിരിക്കുന്നത് പുതിയ UDF സർക്കാർ? തീർച്ചയായും, കാരണം എത്ര പെട്ടെന്നാണ് ഒരു സർക്കാരിൻ്റെ മാറ്റം ജനങ്ങൾക്ക് അനുഭവവേദ്യമാകുന്നത് എന്ന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇപ്പോൾ മനു സൂചിപ്പിച്ചത്. കാരണം 2 മാസമേ ആയുള്ളൂ. അതിൻ്റെ വൈദ്യുതി വകുപ്പ് മന്ത്രി എൻ്റെ പ്രതിവിധിയെ സംബന്ധിച്ച് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത് വൻകിട ജലവൈദ്യുത പദ്ധതികളിലേക്ക് കേരളത്തിന് പോകേണ്ടി വരുന്നു. അതായത് ഇപ്പോഴത്തെ പവർ കട്ടിൻ്റെ പരിഹരിക്കാനുള്ള വ്യക്തമായ ശാസ്ത്രീയമായിട്ടുള്ള ഒരു നിലപാടും വൈദ്യുതി വകുപ്പ് മന്ത്രിക്ക് പോലും പറയാൻ കഴിയുന്നില്ല. അത് എന്തുകൊണ്ട് ആ പ്രതിസന്ധി മറികടക്കാൻ കഴിയുന്നുള്ള കാലേക്കുട്ടി തീരുമാനമെടുക്കാൻ കഴിയുന്നില്ല. എങ്ങനെയാണ് ആ പ്രതിസന്ധി മറികടക്കാനുള്ള സമീപനം ഉണ്ടാകുക? ആദ്യം അപ്രഖ്യാപിതമായ പവർ കട്ടായിരുന്നു. പവർ കട്ട് ആണെന്ന കാര്യം അംഗീകരിക്കാത്ത സമീപനം സ്വീകരിച്ചു. അതിനുശേഷം അത് അംഗീകരിക്കേണ്ടി വന്നു, വാർത്താക്കുറിപ്പിറക്കി. ഇപ്പോൾ അതിന് സമയത്തിന് ഏത് തരത്തിലുള്ള വ്യവസ്ഥയുമില്ല, ഏത് സമയവും പോകാം. പക്ഷേ കഴിഞ്ഞ ഒരു 10 വർഷക്കാലം കേരളം എങ്ങനെയാണ് വളരെ സിസ്റ്റമാറ്റിക്കായി വൈദ്യുതി മേഖലയിലെ പ്രതിസന്ധി പരിഹരിച്ച് മുന്നോട്ട് പോയത്, അത് മാറി UDF സർക്കാരിലേക്ക് വന്നപ്പോൾ എങ്ങനെയാണ് അത് അടപടലം തകർന്നു പോകുന്ന അവസ്ഥയിലേക്ക് കേരളത്തിൻ്റെ ഊർജ്ജ പ്രതിസന്ധിയിലേക്ക് കാര്യങ്ങൾ പോയത്? ഒപ്പം തന്നെ നമ്മളെ പല പൊതുവിദ്യാഭ്യാസ മേഖലയിലെ പ്രശ്നങ്ങൾ നമ്മൾ ചർച്ച ചെയ്താണ്, ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്താണ്. ഈ പ്രിയദർശിനി സൗജന്യ യാത്രാ പദ്ധതിയുമായി ബന്ധപ്പെട്ട് KSRTC ജീവനക്കാരുടെ ശമ്പളം മുടങ്ങുന്ന അവസ്ഥയിലേക്ക് ക്ഷേമ പെൻഷനുകൾ മുടങ്ങുന്നു. 1-2 മാസത്തെ ക്ഷേമ പെൻഷൻ മുടങ്ങി. അത് പല മേഖലയിലും ക്ഷേമ പെൻഷനുകളിലും ശമ്പളത്തിലും ഒക്കെ തന്നെ കുടിശ്ശി വരുന്ന അവസ്ഥയിലേക്ക് പോകുന്നു. അപ്പോൾ വലിയ തരത്തിലുള്ള, കാരണം ഒരു സർക്കാർ മാറി അധികാരത്തിൽ മറ്റൊരു സർക്കാർ വരുമ്പോൾ സ്വാഭാവികമായും അതിൻ്റെയൊക്കെ ഒരു കാലക്രമങ്ങളുടെ ഒരു 1-2 വർഷത്തിനൊക്കെ അകത്തായിരിക്കും. അതൊക്കെ കഴിഞ്ഞ ശേഷമായിരിക്കും പലതരത്തിലുള്ള പ്രതിസന്ധിയിലൊക്കെ ഉടലെടുത്തു വരിക. പക്ഷേ കേവലം 2 മാസം തികയുന്നതിന് മുമ്പ് തന്നെ ഇത്രയും വലിയ പ്രതിസന്ധിയിലേക്ക് സംസ്ഥാനത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കാതെ ഒരു UDF സർക്കാർ കൊണ്ടുപോയി ചെന്നിട്ടു എന്നതാണ്. അതുകൊണ്ട് UDFൻ്റെ പ്രധാനപ്പെട്ട നേതാക്കളും പ്രത്യേകിച്ച് കോൺഗ്രസ് നേതാക്കളുമൊക്കെ ഇക്കാര്യത്തിൽ ഇടപെട്ട് ഇക്കാര്യങ്ങളിൽ നമ്മൾ കേരളം ഇങ്ങനെ മുമ്പോട്ട് പോയാൽ പോരാ. അത് ഏത് രാഷ്ട്രീയ പാർട്ടി ഭരിച്ചിരുന്നാലും കേരളം മുന്നോട്ട് പോയ കുതിപ്പിനെ ഒരു തരത്തിലും തടസ്സപ്പെടുത്താതെ അതിനെ പിന്നോട്ടടിക്കാതെ സർക്കാർ എന്ന നിലയിൽ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ബാധ്യത സംസ്ഥാനം ഭരിക്കുന്ന UDF സർക്കാരിനുണ്ട്. ഈ പ്രതിസന്ധി സംബന്ധിച്ച് മനു പറയുമ്പോൾ വ്യക്തമായ വിശദീകരണം വരെ വൈദ്യുതി വകുപ്പ് മന്ത്രി തരുന്നില്ല. കാരണം അതെങ്കിലും തയ്യാറാകണ്ടേ? കാരണം എന്താണ് സംഭവിക്കുന്നത്, എത്ര കാലം എൽനിനോ പ്രതിഭാസത്തിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ കറണ്ട് കട്ട് ഉണ്ടാകുന്നതെന്നാണ് പറയുന്നത്. ഒരുപക്ഷെ ലോകത്ത് എൽനിനോയുടെ പേരിൽ അറിയപ്പെടുന്ന ഏക മന്ത്രി ഒരുപക്ഷെ നമ്മുടെ സണ്ണി ജോസഫ് ആയിരിക്കാം. എൽനിനോ പ്രശ്നമാണ്, നമുക്കറിയാം, മഴക്കുറവുണ്ട്. പക്ഷേ നൃപൻ, കൃത്യമായ ആസൂത്രണം ഉണ്ടെങ്കിൽ ഇത് മറികടക്കാൻ കഴിയുമെന്ന് പോയ 10 വർഷക്കാലം തെളിയിച്ചതാണ്. അതുകൊണ്ടാണ് ഇത് നമ്മൾ ഈ ചോദിക്കുന്നത്, എന്തുകൊണ്ട് ഈ കറണ്ട് കട്ട് ഇങ്ങനെ ആവർത്തിക്കുന്നു എന്നത്. ഇനിയിപ്പോൾ ഇവർ പറയുന്ന ന്യായം അനുസരിച്ചാണെങ്കിൽ നമ്മൾ ഈ പവർ കട്ടിനോട് പൊരുത്തപ്പെട്ടു പോകണം എന്നാണോ പറയുന്നത്? തീർച്ചയായും. കാരണം ഒന്നാൽ ഈ UDFന് ചില, നമ്മളിപ്പോൾ മാധ്യമങ്ങളിൽ നിന്ന് തലയിൽ തന്നെ റിപ്പോർട്ട് ചെയ്യുമ്പോഴും ചില കാര്യങ്ങൾ അംഗീകരിച്ച് കൊടുത്തിട്ടുണ്ട്. അത് UDF തന്നെ അങ്ങനെയാണ്. ഇപ്പോൾ വയനാട് പുനരധിവാസവുമായി ബന്ധപ്പെട്ട് അവർ വീട് വെച്ചു കൊടുക്കാമെന്ന് പറഞ്ഞ അവരുടെ വാഗ്ദാനം ഇത്ര കാലമായി നടപ്പിലാക്കിയിട്ടില്ല. അതിൽ ഒരു തരത്തിലുള്ള ജാള്യതയോ UDFൻ്റെ നേതാക്കളില്ല. എന്നിട്ടും തെരഞ്ഞെടുപ്പിൽ അവർ വിജയിച്ചു. അപ്പോൾ UDFിൽ നിന്ന് ചില അനുവദനീയമായിട്ടുള്ള ചില ജനങ്ങളുടെ തന്നെ ഒരു അംഗീകാരം അവർക്കുണ്ട് എന്ന തരത്തിലൊരു ധാരണ അവർക്കുണ്ട്. പക്ഷേ ഇതൊക്കെ എങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയുമെന്നതാണ്. ഞാൻ ഒരു ഉദാഹരണം അതുമായി ബന്ധപ്പെട്ട് പറഞ്ഞതാണ്. പക്ഷേ ഒരു സർക്കാർ, പാർട്ടി എന്ന് പറഞ്ഞാൽ നമുക്ക് അങ്ങനെ എടുക്കാം, പക്ഷേ ഒരു സർക്കാർ അധികാരത്തിൽ വന്നാൽ സർക്കാർ എന്ന നിലയിൽ ഒരു വകുപ്പ് മന്ത്രിയും സർക്കാർ ഭരണ സംവിധാനങ്ങളും എടുക്കേണ്ട ഏറ്റവും നിർണായകമായ ഉത്തരവാദിത്തങ്ങളുണ്ട്. ആ ഉത്തരവാദിത്തങ്ങളിൽ നേരത്തെ മനു പറഞ്ഞതുപോലെ ഇങ്ങനെയുള്ള പ്രതിഭാസങ്ങളാണ് ഇപ്പോഴുള്ള ഊർജ്ജ പ്രതിസന്ധിക്ക് കാരണം എന്ന് പറഞ്ഞ് എത്ര കാലം മുന്നോട്ട് പോകാൻ കഴിയും? കാരണം അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണം 10 വർഷം തുടർച്ചയായി ഒരു സർക്കാർ ഭരിച്ചില്ലേ? പവർ കട്ടില്ലാത്ത സംസ്ഥാനത്തെ കേരളത്തെ മാറ്റിയില്ലേ? ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്തുണ്ടായിരുന്ന ഇരുണ്ട കാലത്തിൽ നിന്ന് എത്ര വേഗമാണ് സംസ്ഥാനം വെളിച്ചത്തിൻ്റെ ലോകത്തേക്ക് പ്രവേശിച്ചത്? അത് നിലനിർത്തിക്കൊണ്ടുപോകാനുള്ള ഭരണപരമായ ഉത്തരവാദിത്വം പോലും കേവലം 2 മാസം കൊണ്ടൊരു സംസ്ഥാനം ഭരിക്കുന്ന ഒരു മന്ത്രിക്കും സർക്കാരിനും കഴിയുന്നില്ല. പക്ഷേ അവർക്ക് ജനങ്ങളുടെ മുന്നിൽ ഇപ്പോഴും അഭിമുഖീകരിക്കാൻ കഴിയുന്നു. അവർ പറയുന്ന തരത്തിൽ എന്ത് വേണോ എങ്ങനെ വേണോ വിശദീകരിച്ചാലും ജനം കേട്ടുകൊണ്ടിരിക്കും എന്നുള്ള ധാരണയും ദാർഷ്ട്യത്തോടെ മുന്നോട്ട് പോകുന്നു. പക്ഷേ സ്വാഭാവികമായി ജനത്തിന് അനുവദിച്ചിട്ടുള്ള സമയമുണ്ട്. 6 മാസമൊക്കെയാണ് ഒരു സർക്കാർ വന്നാൽ ഹണിമൂൺ പീരീഡ് എന്നൊക്കെ പറയുന്നത്. പക്ഷേ ഇത് 2 മാസം കൊണ്ട് തന്നെ ഒരു സർക്കാർ എങ്ങനെയെല്ലാം ജനത്തെ വെറുപ്പിക്കാൻ കഴിയുമോ ആ നിലയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. പക്ഷേ നമ്മൾ അങ്ങനെ ശുഭാപ്തി വിശ്വാസമില്ലാത്തവരായി മാറണ്ട. കാരണം
അടിയന്തരമായി ഈ പ്രശ്നങ്ങൾ പരിഹരിച്ചു. കാരണം പവർ കട്ട് എന്ന് പറഞ്ഞ സാധനം ഇല്ല, അങ്ങനെ ശുഭാപ്തി വിശ്വാസം ജനം അനുഭവിക്കേണ്ട കാര്യമില്ലല്ലോ. ഇപ്പോൾ ഇരുട്ടത്തിരുന്ന് ശീലമായിരിക്കുന്നു, ഇരുട്ടത്തിരുന്ന് നല്ല ശീലമായിരിക്കുന്നു. ഏതായാലും നമ്മൾ ഇരുട്ടത്തിരിക്കുമ്പോൾ മെഴുകുതിരി കച്ചവടക്കാർക്ക് കഴിഞ്ഞ 10 വർഷക്കാലം കുറച്ചെങ്കിലും പുറകോട്ട് പോയത് അവരാണല്ലോ. മെഴുകുതിരി കച്ചവടക്കാർക്ക്, ഇൻവെർട്ടർ കച്ചവടക്കാർക്ക്, അവർക്കൊക്കെ ഒരു സുഖകരമായ ഒരു അവസ്ഥ ഉണ്ടാകട്ടെ. അപ്പോൾ ഒന്ന് ചീഞ്ഞാലാണല്ലോ മറ്റൊരു വളമാവുക. നമ്മുടെ മുഖ്യമന്ത്രി പറഞ്ഞത് ഒരിടത്ത് തൊഴിൽ പോകുമ്പോൾ മറ്റൊരിടത്ത് ജാലകം തുറക്കുന്നുവെന്നാണ്. തീർച്ചയായും ഇപ്പോൾ തന്നെ നമ്മുടെ സോഷ്യൽ മീഡിയയിലൊക്കെ സജീവമായി കാണുന്നുണ്ട്. ഇപ്പോൾ ഈ നമുക്ക് ഇരുണ്ട കാലത്തെ സംബന്ധിച്ച് മുമ്പ് LDF-ന്റെ പ്രചരണവുമായി ബന്ധപ്പെട്ട് പല പ്രസംഗങ്ങളിലും വരുന്നു. അന്നത്തെ തലമുറ, അതായത് 10 വർഷം അന്ന് ജനിച്ച 10 വർഷത്തിന് മുമ്പ് ശേഷം ജനിച്ച ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അതറിയാൻ കഴിയുമായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ എല്ലാവർക്കും അനുഭവവേദ്യമായല്ലോ. കാരണം വളരെ വീട്ടിലെ കുഞ്ഞുകുട്ടികളടക്കം ഈ പവർ കട്ട് സമയത്ത് അനുഭവിക്കുന്ന ബുദ്ധിമുട്ട്, പവർ കട്ട് എന്ന് പറഞ്ഞാൽ ഇതാണ്, ഇരുണ്ട കാലം എന്താണെന്ന് വ്യക്തമായി മനസ്സിൽ. പുതിയ എമർജൻസി ലൈറ്റുകളൊക്കെ വലിയ തരത്തിൽ പിന്നെ വിൽപ്പന ഉണ്ടായിരുന്ന കാലം കേരളത്തിലുണ്ടായിരുന്നു. അങ്ങനെയുള്ള ഫ്ലക്സ് ബോർഡുകൾ, അങ്ങനെ കമ്പനികളെല്ലാം ഇലക്ട്രോണിക്സ് ഉൽപ്പന്നങ്ങൾ നമ്മുടെ സംസ്ഥാന വിപണിയിലേക്ക് വരുന്നു. മുൻകാലങ്ങളിൽ വൈകിട്ട് വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോകുന്നവരോട് വരുമ്പോൾ വീട്ടമ്മമാർ മെഴുകുതിരി വാങ്ങാൻ മറക്കരുത് എന്ന് പറയുന്നൊരു കാലം ഉണ്ടായിരുന്നു. 10 വർഷത്തിന് മുമ്പുള്ള ആ കാലമായിരുന്നു. പക്ഷേ അത് വളരെ വേഗം തിരിച്ചു വരുന്നു. ഇപ്പോൾ മെഴുകുതിരി വെളിച്ചവും മെഴുകുതിരി എന്ന് പറഞ്ഞ സാധനം വീട്ടിലെ ദൈനംദിന ജീവിതത്തുമായി ബന്ധപ്പെട്ട അവശ്യവസ്തുവായി മാറിയിരിക്കുന്നു. അപ്പോൾ അത് ഒരു UDF കൊണ്ടുവന്നൊരു മാറ്റമാണ്. പക്ഷേ അത് ശുഭകരമായ മാറ്റമല്ല, കേരളത്തിനെ മുന്നോട്ട് നയിക്കുന്ന മാറ്റമല്ല. ഇത്തരം കാര്യങ്ങളിലൊക്കെ തന്നെ ഭരണപരമായ മികവിലേക്ക് ഈ സർക്കാർ ഉയർന്നു വരട്ടെ എന്നതാണ് പ്രത്യാശിക്കാൻ കഴിയുന്നത്.